നമസ്കാരം. എല്ലാ ദിവസവും വൈകിട്ട് 7 മണിക്കുള്ള മാർക്കറ്റ് ന്യൂസിലേക്ക് സ്വാഗതം. ഞാൻ സിയാദ് ഇല്ലിക്കൽ. ഇന്ത്യയുടെ യൂണിയൻ ബഡ്ജറ്റ് നാളെ തുടങ്ങുകയാണ്. അപ്പോൾ അതുണ്ടാക്കുന്ന വോളറ്റിലിറ്റി മാർക്കറ്റിൽ കൃത്യമായിട്ട് വിസിബിളാണ്. ബാങ്ക് നിഫ്റ്റി ഇൻട്രാഡേ ലോയിൽ നിന്ന് 750 പോയിൻറ്റിൻ്റെ ഒരു സ്പൈക്ക്, ഒരു റാലിയാണ് ഉണ്ടാക്കിയിട്ടുള്ളത്. നിഫ്റ്റിയും സമാനമായ രീതിയിൽ മൈനസിൽ ട്രേഡ് ചെയ്ത നിഫ്റ്റി ഏകദേശം 200 പോയിൻറ്റിൻ്റെ മുകളിൽ ശക്തമായൊരു റാലി രേഖപ്പെടുത്തി. അപ്പോൾ ഇന്ത്യയുടെ ബഡ്ജറ്റ് നാളെ വരുന്നത് മാറ്റി നിർത്തിയാൽ കൂടിയും US നിന്ന് അവിടെ ഫെഡറൽ റിസർവിൻ്റെ പലിശ നിരക്ക് വർധനവ് സംബന്ധിച്ചിട്ടുള്ള തീരുമാനങ്ങൾ വരുന്നുണ്ട്. അപ്പോൾ അതും മാർക്കറ്റിൽ വോളറ്റിലിറ്റി കൂട്ടും. വിക്സ് ഓൾറെഡി തന്നെ 16 ഉള്ളത്. ഓപ്ഷൻസ് റൈറ്റേഴ്സിനെല്ലാം തന്നെ വളരെ മികച്ച പ്രീമിയം ഉണ്ടെങ്കിൽ കൂടിയും ചില സമയങ്ങളിൽ, ചില അവസരങ്ങളിൽ നമ്മൾ ട്രേഡ് ചെയ്യാതെ ഇരിക്കുന്നതും നല്ല ഒരു ട്രേഡ് ചെയ്ത പോലെയാണ്. അപ്പോൾ ആ ഒരു പെർസ്പെക്റ്റീവിൽ നമ്മൾ നോക്കിക്കാണുകയാണെങ്കിൽ നാളത്തെ ദിവസം വാച്ച് ചെയ്ത് ഇരിക്കുന്നതാകും കുറച്ചും കൂടി ഭേദം എന്നുള്ളത് ജസ്റ്റ് ഒന്ന് ഓർമ്മപ്പെടുത്തുന്നു. ഗ്ലോബൽ മാർക്കറ്റ് ന്യൂസിലേക്ക് നോക്കുകയാണെങ്കിൽ മൈക്രോസോഫ്റ്റ് മികച്ച ഒരു റിസൾട്ട് കൊണ്ടുവന്നു. എന്നാൽ ഗൂഗിൾ അവരുടെ സെർച്ച് എഞ്ചിനിൽ നിന്നുള്ള റവന്യൂ കുറഞ്ഞതുകൊണ്ട് സ്റ്റോക്ക് സ്ലൈറ്റ്ലി ഫോളായി. പേപ്പാൽ എന്ന് പറഞ്ഞ കമ്പനി 2500 ജോബ് കട്ട് ചെയ്യാൻ തീരുമാനിച്ചു. ഇന്ത്യയുടെ ഇൻഫ്രാസ്ട്രക്ചർ ഔട്ട്പുട്ട് 8% ഉയർന്നു എന്നുള്ളതാണ്. ഇനി നമുക്ക് നിഫ്റ്റിയുടെ ചാർട്ട് നോക്കാം. നിഫ്റ്റി 21,500 റേഞ്ചിൽ നിന്ന് ശക്തമായി ഉയർന്ന് 21,700 എന്ന റേഞ്ചിലേക്ക് നിഫ്റ്റി പോയിട്ടുണ്ട്. ചില സമയങ്ങളിൽ സ്ലൈറ്റ്ലി പ്രോഫിറ്റ് ബുക്കിംഗ് കണ്ട് മാർക്കറ്റിൽ വോളറ്റിലിറ്റി ഉണ്ടാക്കിയിട്ടുണ്ട്. ബാങ്ക് നിഫ്റ്റിയും സമാനമായ രീതിയിൽ 45,200 റേഞ്ചിൽ നിന്ന് 45,974 റേഞ്ചിലേക്ക് ശക്തമായി ഉയർന്നു. അതിനുശേഷം ബാങ്ക് നിഫ്റ്റി ഫർദറായിട്ട് മൂവ് ചെയ്യാതെ കൺസോളിഡേറ്റ് ചെയ്ത് ഏകദേശം ഒരു മണിക്കൂറുകളോളം 45,900 എന്ന റേഞ്ചിൽ ട്രേഡ് ചെയ്തത് കാണാൻ സാധിക്കും. നിഫ്റ്റി 200 പോയിൻറ്റ്, സെൻസെക്സ് 600 പോയിൻറ്റ്, ബാങ്ക് നിഫ്റ്റി 630 പോയിൻറ്റിൻ്റെ ശക്തമായ ഒരു റാലി ഇന്ന് ഉണ്ടാക്കിയിട്ടുണ്ട്. നിഫ്റ്റിയിൽ ഡോക്ടർ റെഡ്ഡി, ഐഷർ മോട്ടേഴ്സ്, സൺഫാർമ, ഡിവിസ് ലാബ്, ടാറ്റ മോട്ടേഴ്സ് തുടങ്ങിയ കമ്പനീസ് മികച്ച പ്രകടനം നടത്തി 3 മുതൽ 5% വരെയുള്ള റാലി രേഖപ്പെടുത്തിയിട്ടുണ്ടായിരുന്നു. കൂടാതെ നമുക്ക് ആദ്യം ഓപ്പൺ ഇൻട്രസ്റ്റ് നോക്കാം. ഓപ്പൺ ഇൻട്രസ്റ്റിൽ ഇപ്പോൾ നിഫ്റ്റിയുടെ സ്പോട്ട് നിൽക്കുന്നത് 21,750 21,800 ഒരു ഓപ്പൺ ഇൻട്രസ്റ്റ് ഉണ്ട്. 900 ഉണ്ട്, 22,000 ഉണ്ട്. സപ്പോർട്ട് സോൺ നോക്കുകയാണെങ്കിൽ 21,500 ഉണ്ടെങ്കിൽ കൂടിയും 1000 പോയിൻ്റ് അകലെയുള്ള നിഫ്റ്റിയുടെ സ്ട്രൈക്കുകളിൽ ഇതിലും കൂടുതൽ ഓപ്പൺ ഇൻട്രസ്റ്റും ഇതിലും കൂടുതൽ പ്രീമിയം അല്ല, ഡീസൻ്റ് ആയിട്ടുള്ള പ്രീമിയം ഉള്ളത് മാർക്കറ്റിൽ നാളെ വലിയ രീതിയിലുള്ള ചാഞ്ചാട്ടങ്ങൾ ഉണ്ടാക്കിയേക്കാം എന്നുള്ളൊരു സൂചനയാണ്. ഈ ഒരു ആഴ്ച തന്നെ നമുക്ക് നല്ലൊരു വോളറ്റിലിറ്റി ഉണ്ടായിരുന്നു. വിക്സ് 16, അതിനർത്ഥം നമ്മളുടെ ഇൻഡെക്സ് തന്നെ ഒരു 2% മുകളിൽ ഇരു ഭാഗത്തേക്ക് മൂവ് ചെയ്യാനുള്ള സാധ്യതകളുണ്ട് എന്നുള്ളതാണ് സൂചിപ്പിക്കുന്നത്. ഗ്ലോബൽ മാർക്കറ്റ് നമുക്ക് പരിശോധിക്കാം. അതിനു മുമ്പ് കൊച്ചിയിലും കോഴിക്കോടായിട്ട് ഫ്യൂച്ചർ ആൻഡ് ഓപ്ഷൻ്റെ ക്ലാസ്സുകൾ നമ്മൾ ക്ലാസ് റൂമിൽ ഇരുന്ന് പഠിക്കുന്ന ക്ലാസ് നമ്മൾ അറേഞ്ച് ചെയ്തിട്ടുണ്ട്. അപ്പോൾ താല്പര്യമുള്ള ആളുകൾ താഴെ കാണുന്ന വാട്സപ്പ് നമ്പറിൽ നിങ്ങൾക്ക് ബുക്ക് ചെയ്യാം. കുറച്ച് സീറ്റ് മാത്രമാണ് ഉള്ളൂ. അപ്പോൾ ഫിൽ ആവുന്നതിന് മുമ്പ് നിങ്ങൾക്ക് ബുക്ക് ചെയ്യാനായിട്ട് സാധിക്കും. ഗ്ലോബൽ മാർക്കറ്റ് നോക്കാം. ആദ്യം ഡോ ഫ്യൂച്ചർ ഇപ്പോൾ ട്രേഡ് ചെയ്യുന്നത് ഫ്ലാറ്റാണ്. ഇന്ത്യ വിക്സ് 16, ബിറ്റ്കോയിൻ 42,676, MOEX റഷ്യൻ മാർക്കറ്റ് ഗ്രീനാണ്. FTSE UK ഡാക്സ് തുടങ്ങിയ യൂറോപ്യൻ മാർക്കറ്റുകൾ ഇപ്പോൾ ഫ്ലാറ്റാണ്. നിക്കി ജപ്പാൻ മാർക്കറ്റ് റാലി രേഖപ്പെടുത്തി. കോസ്പി, ഷാങ്ഹായ് തുടങ്ങിയ മാർക്കറ്റുകൾ ഫ്ലാറ്റായിരുന്നു. ചൈന ഇന്നും ഇടിഞ്ഞു. അവിടെ എവർഗ്രാൻഡയുടെ ഇഷ്യൂ നമ്മൾ കണ്ടതാണ്. ഓസ്ട്രേലിയ AX 200 1% റാലി. ബ്രന്റ് ഓയിൽ 81, ഇന്ത്യൻ റുപ്പീസ് ഡോളറിനെതിരെ 83 രൂപ 20 പൈസ. ഗോൾഡ് ഇൻ്റർനാഷണൽ മാർക്കറ്റിൽ പെർ ഔൺസിന് $2,038 എന്ന നിലയിലാണ് ഇപ്പോൾ ട്രേഡിങ് തുടരുന്നത്. ഇത് നമുക്ക് നമ്മളുടെ മാർക്കറ്റിലുള്ള സ്റ്റോക്കുകളുടെ വാർത്തകളിലേക്ക് പോകാം. സിസിലോൺ എനർജി ഇന്ത്യയിലെ ലീഡിംഗ് ആയിട്ടുള്ള വിൻഡ് ടർബൈൻ മാനുഫാക്ചറേഴ്സാണ് സിസിലോൺ എനർജി. 160% ഇവരുടെ നെറ്റ് പ്രോഫിറ്റിൽ ഒരു ഉയർച്ച കണ്ടു. 203 കോടി രൂപ കമ്പനി അറ്റാദായം കരസ്ഥമാക്കി. കഴിഞ്ഞ വർഷം 70 കോടി രൂപയായിരുന്നു ഉണ്ടായിരുന്നത്. അദാനി വിൽമർ, അദാനി ഗ്രൂപ്പിൽ നിന്നുള്ള FMCG കമ്പനിയാണ് അദാനി വിൽമർ. നെറ്റ് പ്രോഫിറ്റ് 18% ഇടിഞ്ഞ് 200 കോടി രൂപ കരസ്ഥമാക്കി. കഴിഞ്ഞ തവണ കമ്പനി 246 കോടി രൂപ ഉണ്ടായിരുന്നു ഇവരുടെ അറ്റാദായം. ഫാർമ സെക്ടറിലെ ലീഡിംഗ് കമ്പനിയാണ് സൺഫാർമ. നെറ്റ് പ്രോഫിറ്റ് 17% ഉയർന്ന് 2,524 കോടി രൂപ കരസ്ഥമാക്കിയിട്ടുണ്ട്. സ്റ്റോക്ക് ഇപ്പോൾ ട്രേഡ് ചെയ്യുന്നത് 1 ഇയർ ഹൈയിലാണ്. മാരുതി സുസുക്കി ഇന്ത്യയിലെ ഏറ്റവും കൂടുതൽ വാഹനങ്ങൾ
നിർമ്മിക്കുകയും വിദേശത്തൊക്കെ കയറ്റുമതി ചെയ്യുകയും ചെയ്യുന്ന മാരുതി സുസുക്കിയുടെ നെറ്റ് പ്രോഫിറ്റ് 33% ഉയർന്ന് 3130 കോടി രൂപ കരസ്ഥമാക്കി. റവന്യൂവും 15% ഉയർന്നിരുന്നു. ഈ ഒരു സമയത്താണ് മാരുതിയുടെ ജിംനി ഉൾപ്പെടെയുള്ള SUV വാഹനങ്ങൾ, ഫ്രോൺസ്, അങ്ങനെ ഒരുപാട് വാഹനങ്ങൾ മാരുതിയുടെ ശൃംഖലയിലേക്ക് ഇവർ ആഡ് ചെയ്തിട്ടുണ്ട്. കൂടാതെ തന്നെ 2030 കൂടിയിട്ട് ഇവരുടെ ഇലക്ട്രിക്കൽ സെഗ്മെൻറ്റിൽ വാഹനങ്ങൾ കമ്പനി ഇറക്കുമെന്ന് കമ്പനി അറിയിച്ചു. കമ്പനിയുടെ കാറ് കയറ്റുമതി ചെയ്യാൻ വേണ്ടി മാത്രം കണ്ടെയ്നർ കമ്പനിയായിട്ട് ഒരു 5 വർഷത്തെ ദീർഘമായ ഒരു എഗ്രിമെൻറ്റും ചെയ്ത് നമ്മൾ കണ്ടിട്ടുള്ളതാണ്. കല്യാൺ ജ്വല്ലേഴ്സ്, കേരളം ആസ്ഥാനമായിട്ടുള്ള കല്യാൺ ജ്വല്ലേഴ്സ് കമ്പനി റവന്യൂ 34% ഉയർന്ന 5223 കോടി രൂപ കരസ്ഥമാക്കി. നെറ്റ് പ്രോഫിറ്റ് 21% ഉയർച്ച ഉണ്ടായിട്ടുണ്ട്. IPOയിൽ ലിസ്റ്റ് ചെയ്ത സമീപ കമ്പനികളിൽ മികച്ച ഒരു IPOയിൽ വലിയ ലിസ്റ്റിംഗ് ഗെയിൻ കിട്ടില്ലെങ്കിൽ കൂടിയും അതിനുശേഷം IPO പ്രൈസിനേക്കാളും ഒരുപാട് മുന്നോട്ട് പോയി ഉള്ള കമ്പനിയാണ് കല്യാൺ ജ്വല്ലേഴ്സ്. മിഡിൽ ഈസ്റ്റ് ഭാഗങ്ങളിൽ ഇവരുടെ എല്ലാം തന്നെ ഷോറൂംസ് എല്ലാം തന്നെ വലിയ രീതിയിൽ ഇവർ ഉയർത്തുന്നത് നമ്മൾ പല പ്രാവശ്യം സ്റ്റോക്കുകളിൽ ന്യൂസുകളിൽ കണ്ടിട്ടുള്ളതായിരുന്നു. VIP ഇൻഡസ്ട്രീസ് സ്റ്റോക്ക് ഇപ്പോൾ ട്രേഡ് ചെയ്യുന്നത് 52 വീക്ക് ലോയിലാണ്. നെറ്റ് പ്രോഫിറ്റ് 80% ഇടിഞ്ഞതാണ് കാരണം. കൊറമണ്ടൽ ഇൻ്റർനാഷണൽ കമ്പനി 1000 കോടി രൂപ ഇവരുടെ പുതിയ ഒരു പ്ലാന്റ് ആന്ധ്രാപ്രദേശിൽ സെറ്റപ്പ് ചെയ്യാനായിട്ട് കമ്പനി സ്പെൻഡ് ചെയ്യുന്നുണ്ട്. കൊച്ചിൻ ഷിപ്പ്യാർഡ് 500 കോടി രൂപയുടെ ഓർഡർ അവർക്ക് കിട്ടി. കഴിഞ്ഞ ദിവസം ഇവരുടെ റിസൾട്ട് വന്നിരുന്നു, രാവിലെ നമ്മൾ ഡിസ്കസ് ചെയ്താണ്. ഡാബർ ഇന്ത്യ Q3 റിസൾട്ട് വന്നു. ഡൊമസ്റ്റിക് വോളിയം 6% ഉയർന്നു. നെറ്റ് പ്രോഫിറ്റ് 8% ഉയർന്നു. പാരാസ് ഡിഫൻസ് കമ്പനി, ഇവർക്ക് ഡിഫൻസ് മിനിസ്ട്രിയിൽ നിന്ന് 53 കോടി രൂപയുടെ ഒരു ഓർഡർ കിട്ടി. ബാങ്ക് ഓഫ് ബറോഡ നെറ്റ് പ്രോഫിറ്റ് 19% ഉയർന്നു. നെറ്റ് ഇൻട്രസ്റ്റ് ഇൻകം 3% ഉയർന്നു. ഗോഡ്ഫ്രൈ ഫിലിപ്സ് കമ്പനി, ഇവർ മാൽബ്രോ എന്ന് പറയുന്ന ഒരു സിഗരറ്റ് നിർമ്മാതാക്കളാണ്. അപ്പോൾ ഇവരുടെ സിഗരറ്റിൻ്റെ എല്ലാം തന്നെ വിൽപ്പന 18% വളർച്ച കൈവരിച്ചു. സ്റ്റോക്ക് ഇപ്പോൾ ട്രേഡ് ചെയ്യുന്നത് 52 വീക്ക് ഹൈ ആണ്. ഇന്നൊരു 9% റാലി കണ്ടു. അംബുജ സിമെൻറ്റ് നെറ്റ് പ്രോഫിറ്റ് 39% ഉയർന്ന് 514 കോടി രൂപ. റവന്യൂ 8% ഉയർന്നു. റിലാക്സോ ഫുട്വെയർ കമ്പനി, ചെപ്പൽ മാനുഫാക്ചേഴ്സാണ് ഇവർ നെറ്റ് പ്രോഫിറ്റ് 30 കോടി രൂപയിൽ നിന്ന് 38 കോടി രൂപയിലേക്ക് അറ്റാദായം ഉയർത്തി. ഗ്രേറ്റ് ഈസ്റ്റേൺ ഷിപ്പിംഗ് കമ്പനി 630 കോടി രൂപയിൽ നിന്ന് 538 കോടി രൂപയിലേക്ക് പ്രോഫിറ്റ് ചെറുതായിട്ട് കുറഞ്ഞു. ജിയോജിത്ത് ഫിനാൻസ് കമ്പനി നെറ്റ് പ്രോഫിറ്റ് 24 കോടി രൂപയിൽ നിന്ന് 36 കോടി രൂപയിലേക്ക് അറ്റാദായം ഉയർന്നു. അജന്ത ഫാർമ കമ്പനി, ഇവർ 134 കോടി രൂപയിൽ നിന്ന് 200 കോടി രൂപയിലേക്ക് അറ്റാദായം ഉയർന്നു. കൂടാതെ കമ്പനി 2 രൂപ ഡിവിഡൻഡ് പ്രഖ്യാപിച്ചിട്ടുണ്ട്. സ്റ്റോക്ക് ന്യൂസുകൾ, ഡിവിഡൻഡ് ഡീറ്റെയിൽസ്, റിസൾട്ട് അനൗൺസ്മെൻറ്റ്, IPO ഡീറ്റെയിൽസ് എല്ലാം തന്നെ നമ്മുടെ വെബ്സൈറ്റിൽ ലഭ്യമാണ്. ചെക്ക് ചെയ്യാം. നാളെ രാവിലെ 7:00 പ്രീ മാർക്കറ്റായിട്ട് എത്താം. എല്ലാവർക്കും ശുഭരാത്രി നേരുന്നു.